ഹലോ, നമ്മൾ ഇന്ന് ടയർ വെച്ചിട്ട് ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ടയറിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഓരോ ഹോള് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രില്ല് വെച്ച് ഹോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മാർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും ഡ്രില്ല് വെച്ച് ഹോൾ ചെയ്തെടുക്കും. ഇനി നമുക്കിത് ഒരു ആമ്പൽക്കുളത്തിൻ്റെ അല്ലെങ്കിൽ ഫിഷ് പോണ്ടിൻ്റെയൊക്കെ രൂപത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടതിൻ്റെ 2 ഹോളിൻ്റെ നടുവിലായിട്ട് ഒരു മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഫുൾ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനിയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു മെഷീൻ വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഈ ജിപ്സം ബോർഡൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാതെ നമുക്ക് കുറച്ച് മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ ആക്സോ ബ്ലേഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ പോണ്ട ഉണ്ടാക്കി തന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ജലീൽ എന്ന് പറഞ്ഞിട്ടൊരു ഇക്കയാണ്. ഇക്കയുടെ വീട്ടിൽ പോയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഭാഗം കളയാൻ പാടില്ല, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടയറെ നമുക്കൊന്ന് മറച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു ജോലി. കാരണം ഇത് ടയർ തിരിച്ചിടുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം വേണ്ട ഒരു പണി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് മറിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഇത് ഒരു പോണ്ടിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചധികം തേഞ്ഞ ടയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ 2 പേര് ചേർന്നിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടയർ നമുക്കൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ ഈ ടയർ ഉപയോഗിച്ച് നമുക്ക് ആമ്പൽക്കുളവും അല്ലെങ്കിൽ ഫിഷ് പോണ്ടോ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ടയർ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് പിടിപ്പിക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ബേസ് ഇട്ടിട്ടല്ലോ, ആ ബേസും ഈ നമ്മുടെ ടയറിൻ്റെ ഈ ഒരു പോണ്ടും കൂടെ വെച്ചിട്ട് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ടതിന് ശേഷം കെട്ടുകമ്പി ഉപയോഗിച്ച് നമ്മളത് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലാണ് അത് നന്നായിട്ടൊന്ന് അവിടെ ഉറച്ചിരിക്കത്തുള്ളൂ. നമ്മൾ ആദ്യം ഒരു കട്ട് ചെയ്ത് മാറ്റിയ ഒരു ബേസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ അടിയിലിട്ടിട്ട് അതും ഈ ഒരു ടയറും കൂടിയാണ് ഇതേപോലെ കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടി ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഇത് എല്ലാം ഒന്ന് കെട്ടുകമ്പി ഉപയോഗിച്ച് അതൊന്ന് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തെ ഹോള് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടയർ ട്യൂബ് എടുത്ത് കട്ട് ചെയ്ത് അവിടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ടയർ ട്യൂബ് വെച്ചിട്ട് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിന് വെയിറ്റ് കുറവായിരിക്കും. സിമെൻ്റൊക്കെ വെച്ച് അത് ഫില്ല് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ടയർ ട്യൂബ് കട്ട് ചെയ്ത് അതിൻ്റെ പാകത്തിനിട്ടിട്ട് അത് അവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ടയർ ട്യൂബിലും നമ്മളൊരു ഹോൾ ഇട്ടിട്ട് അവിടെ ഒരു ബട്ടൺ പോലെ ഒരു സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 3-4 അങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. എന്നാലാണ് അത് കുറച്ച് നന്നായിട്ട് ഉറച്ചിരിക്കുകയുള്ളൂ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത്. സ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്ലെക്സ് ക്യുക്ക് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ വേറെ സിമെൻ്റൊന്നും തെക്കാത്തത് കൊണ്ട് തന്നെ ലീക്കൊന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഫ്ലെക്സ് ക്യുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഫ്ലെക്സ് ക്യുക്ക് വെച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ MC ഉപയോഗിച്ച് അതൊന്ന് കവർ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ലീക്കേജ് ഉണ്ടാവില്ല. ഇനി നമുക്ക് MC കൂടെ ഇതിനകത്തൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫൈനായിട്ട് തന്നെ അവിടെ റെഡിയായിട്ട് ഇരുന്നോടും. ഒട്ടും തന്നെ ലീക്കേജ് വരത്തില്ല. അങ്ങനെ നമ്മുടെ MC ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫിഷ് പോണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അത്രയും കൂടെ പണിയുള്ളൂ. പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ഫിഷ് പോണ്ടാക്കി മാറ്റാനായിട്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടി തുടങ്ങാം.
അപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ പുറം ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു പെയിൻ്റാണ് അടിക്കുന്നത്. ഇതൊരു യെല്ലോ കളർ പെയിൻ്റാണ്. നമ്മുടെ ടെറസ് ഗാർഡനിൽ മതിലിൽ ഭിത്തിയിൽ നമ്മൾ അടിച്ച ആ പെയിൻ്റാണ്. അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ പെയിൻ്റാണ് ഞാൻ അടിക്കുന്നത്. അതേപോലെ ഉള്ളിൽ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇനാമൽ പെയിൻ്റാണ് ഞാൻ കൊടുക്കുന്നത്, വൈറ്റ് കളർ. അപ്പോൾ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ചെയ്യുന്നത്. എനിക്കിപ്പം കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ എന്ന് കരുതി പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ 2 പെയിൻറ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പെയിൻറ്റിങ്ങിൽ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് അടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പെയിൻറ്റ് അടിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ എങ്ങനെയെങ്കിലും ഇതൊന്ന് അടിച്ചെടുക്കാമെന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ 2 കോട്ട് പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു കോട്ട് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പെയിൻറ്റ് ചെല്ലും. അപ്പോൾ രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ ലൂസാക്കാതെ സാധാരണ പോലെ തന്നെ പെയിൻറ്റ് അടിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് വൃത്തിയായിട്ട് ഭംഗിയായിട്ടും കിട്ടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ചു. ഇതിപ്പോൾ ഞാൻ 2 കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഈ വൈറ്റ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, പുറം ഭാഗത്തൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ അതും കൂടെ പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഈ പുറം ഭാഗം പെയിൻ്റ് അടിക്കാനായിരുന്നു കുറച്ച് കഷ്ടപ്പാട്. കാരണം ഇതിൻ്റെ അടിഭാഗത്തെല്ലാം പെയിൻറ്റ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് നിന്നും കിടന്നും ഒക്കെ പെയിൻറ്റ് അടിക്കണം. എൻ്റെ മേൽ മുഴുവൻ പെയിൻ്റായി ഇത് പെയിൻറ്റ് ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു കോട്ട് അടിച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷമാണ് രണ്ടാമത്തെ കോട്ട് അടിച്ചത്. ഇപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാനായിട്ട് കുറച്ച് നമ്മൾ 1-2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം അത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണമല്ലോ. അങ്ങനെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചത് ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് വാഴയുടെ കയ്യിലുണ്ടല്ലോ, വാഴയുടെ തണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം നമ്മളിങ്ങനെ ഇതിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് തന്നെ പെയിൻറ്റ് നല്ല ഒന്നാം തരം കെമിക്കലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ മീനിനെ ഇടുമ്പോൾ മീനുകൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കെമിക്കലിൻ്റെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ വെള്ളം നിറച്ചിട്ട് വാഴത്തണ്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊരു 3-4 ദിവസം ഇങ്ങനെ ഇതിനകത്ത് തന്നെ വെച്ചേക്കുവാണെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ആ പുളിപ്പും ആ കെമിക്കലും ഒക്കെ പോയി കിട്ടും. ഇനി നമുക്ക് കുറച്ച് കല്ല് വേണം. അപ്പോൾ കല്ല് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6-7 കിലോ കല്ലുണ്ട്. സാധാരണ കല്ലാണ്, നമ്മൾ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന കല്ലല്ല, ഗാർഡൻ സ്റ്റോൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള കല്ലാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനൊരു 3 തവണ ഇത് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടാങ്ക് നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ചെടികളും ഒക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കല്ലുകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വൈറ്റ് കളറിലുള്ള കല്ലാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ കല്ലിട്ടതിന് ശേഷം ഞാനൊരു ലക്കി ബാമ്പു ഇതിൽ വെക്കുന്നുണ്ട്. ലക്കി ബാമ്പു നല്ലൊരു എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആണ്. അപ്പോൾ മീനുകൾക്ക് നല്ല ഒരു ശുദ്ധവായുവൊക്കെ കിട്ടാനായിട്ട് ഉപകരിക്കും. അതുകൊണ്ട് ലക്കി ബാമ്പു വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു വാട്ടർ പ്ലാന്റും വെക്കുന്നുണ്ട്. ഇതൊരു ഞാൻ നേരത്തെ ചട്ടിയിൽ നട്ട് വെച്ചിരുന്നൊരു ചെടിയാണ്, അതും കൂടി ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ചെടി മാത്രമേ ഞാനിതിനകത്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ ചെടിയൊക്കെ വെച്ചു. നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പതിയെ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് വെള്ളമൊക്കെ കുത്തി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ലും ചെടിയും എല്ലാം കൂടെ മിക്സായി പോവും. അപ്പോൾ വളരെ സാവധാനം വെള്ളം ഒഴിക്കുക. ഈ ഒരു പൗണ്ടിൽ ഒരു 25 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ വെള്ളം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മുടെ മീൻകുട്ടന്മാർ ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് ഗപ്പിക്കുഞ്ഞുങ്ങളല്ല, വേറെ ഒന്ന് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ മീനിനെ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അവർ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് കളറിലുള്ള മീനുകളാണിവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്ത കല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പക്ഷേ നമുക്ക് വെളുത്ത കല്ല് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ ഉള്ള കല്ല് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഫിഷ് പോണ്ട്, നമ്മുടെ മീൻ കുഞ്ഞുങ്ങളുടെ ഫിഷ് പോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാതെ പോകരുത്. അതേപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.